ഇത് സ്ഥലത്തിൻ്റെ ഇതാ സ്ഥലം 68 സെൻസ്. ഇത് റോഡ്, മഡ് റോഡ്. നേരെ പോയാൽ ഡാമർ റോഡിലോട്ട് കിട്ടും. ഡാമർ റോഡ്. ആ ഡാമർ റോഡ് നേരെ പോകുന്നത് ആലങ്കാർ, പുത്തൂർ, ഉപ്പിനങ്കാടി, മാംഗ്ലൂർ. ആ റോഡ് ഇപ്പം വലിയതാകുന്നുണ്ട്. ബസ് സർവീസ് അവിടുന്ന് സ്റ്റാർട്ടാണ് റോഡ്. അവിടുന്ന് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞെങ്കിൽ അവിടെ NH മനസ്സിലായില്ലേ? NH ഈ ഇങ്ങനെ NH ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പോയെങ്കിൽ ഇവിടെ NH റോഡ് ഇങ്ങനെ പാസ്സായിട്ടുണ്ട്. ഈ റോഡ് സീത ആലങ്കാർ, കടബ, ഉപ്പിനങ്കാടി, മാംഗ്ലൂർ അങ്ങനെ പോകും. അവിടുന്ന് സീത ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഈ പ്ലോട്ട് കാണുന്നത് ഇത് ഞങ്ങളുടെയാണ്. ഇത് പഞ്ചായത്ത് റോഡ് 68 സെൻസ്. ഈ ഗ്രീൻ നെറ്റ് ഇട്ടത് ആക്ച്വലി ഇത് പ്ലോട്ടിങ് ആയതാണ്, ലാൻഡ് പ്ലോട്ടിങ്. മേലെ ഇത് കാണുന്നത് ബോറിൻ്റെ ഷെഡാണ്. ബോർ 4 ಇಂಚ್ വെള്ളം കിട്ടിയിട്ടുണ്ട്. 4 ಇಂಚು ನೀರು ಸಿಕ್ಕಿತ್ತು ನಮಗೆ. ಮೇಲ್ಗಡೆ ಇದೆ ಅಲ್ಲಿ 68 ಅಲ್ಲಿ ಮೇಲೆ ರಬ್ಬರ್ ಇದೆ. ರಬ್ಬರ್ ಇದು ನಮ್ಮ ಇದರಲ್ಲಿ ನಾವು ಅಡಿಗೆ ಎಲ್ಲ ಮಾಡಲಿಕ್ಕೆ ಅದು വിറകെല്ലാം വെക്കുന്ന സ്റ്റോറായിട്ട്. പിന്നെ ആ ഗ്രീൻ നെറ്റ് അല്ലിന്ത ഫ്രണ്ട് സൈഡിലെ വീതി അങ്ങ് വരെ ഉണ്ട്. അത് 50 മീറ്റേഴ്സ്, 50 മീറ്റർ ഉണ്ട്. ഇവിടെ ബോറുണ്ട്. ഇവിടും പെര വെക്കാനായിട്ട് സഫീഷ്യൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ ജസ്റ്റ് കാണിക്കുക. ഞങ്ങളുടെ വീട് ആ ലാസ്റ്റ് എൻഡിലാണ് ഞങ്ങൾ വെച്ചേക്കുന്നത്. അത് ഞങ്ങളുടെ വീട്. ഇപ്പം ഞാൻ നടന്നു പോകുന്ന ഇത് പഞ്ചായത്ത് റോഡാണ്. അതാ വീട്. അന്നേരം ഇത് അതിൻ്റെ വീതി പറയുന്നത് 50 മീറ്റർ ഉണ്ട്. ഒരു 3 പേര സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇതാ ലാസ്റ്റ് ഇവിടെ കല്ല് കാണുന്നുണ്ട്. ഇവിടുന്ന് സീത മേലോട്ട് പോയിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് വന്ന് കഴിഞ്ഞിട്ട് താറോട്ടാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞത്. എന്നറിയാം ഇവിടുന്ന് അവിടം വരെയുള്ള വീതി അതിൻ്റെ 50 മീറ്ററാണ്, 50 മീറ്റേഴ്സ്. ഇതാ വീട്. ഇത് മെയിൻ റോഡാണ്. മെയിൻ റോഡെന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോകുന്ന റോഡ്. ആയിരത്തി 200 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. 3 ബെഡ്റൂമുണ്ട് വിത്ത് ഓൾ ഫെസിലിറ്റീസ്. ഇങ്ങനെ സ്ട്രെയിറ്റ് മണ്ടയിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ ഇത് വീട്. ഏതായാലും ഞാൻ ഫസ്റ്റ് മേളിലോട്ട് പോവാം. ലാൻഡിൻ്റെ പ്ലോട്ടിങ് ഓൾറെഡി ആയി. രജിസ്ട്രേഷൻ അവരുടെ പേരിലോട്ടാകും. അങ്ങനെ പ്ലോട്ടിങ് ആയവരനെ കടവയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളോട് ഈ ബൗണ്ടറി ക്ലിയർ ആക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ നെറ്റ് അടിച്ചു വെച്ചു, ഗ്രീൻ നെറ്റ്. ആ കാണുന്നില്ല, റബ്ബറുണ്ട്. 100 മൂട് റബ്ബറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നെറ്റ് അടിച്ചു. ഇത് ലാസ്റ്റ് അവിടെ. പിന്നെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് താറോട്ട് കാണിക്കാം. അവിടുന്ന് താറോട്ട് നെറ്റ് ആക്കിയിട്ടുണ്ട് താരെ വരെ. ഇത് ഇങ്ങനെ അതാ ഞാൻ അവിടുന്ന് ലാസ്റ്റ് അവിടം വരെ അല്ലേ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 50 മീറ്റർ ഉണ്ട്. അതാണ് ഞങ്ങളുടെ പേര കാണുന്നത്. ഇതിനകത്ത് 100 മൂട് റബ്ബറുണ്ട്, 6 തെങ്ങുണ്ട്, ചക്കയുടെ കായ്ക്കുന്ന പ്ലാവുണ്ട്, 6 ഉണ്ട്. റെക്കോർഡ്സ് എല്ലാം ക്ലിയറാണ്. ഈസി എടുത്തിട്ടുണ്ട്, ലോണൊന്നുമില്ല, ഫ്ലോട്ടിംഗ് ആയി. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് 30 സെൻറ്റ് സ്ഥലമൊക്കെ. ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നില്ല ഇപ്പം.
വീട് സെപ്പറേറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. 20 സെൻറ്റ് സ്ഥലവും വീടും ഞങ്ങൾ കൊടുത്തില്ല. താരെ അവിടെ മുമ്പ് ഞാൻ താരേന്ന് വീഡിയോ എടുത്തത്. അവിടുന്ന് ഞാൻ കയറി വന്നേക്കുന്നത്. അത് റോഡ് നല്ല വീതിയുള്ള സ്ഥലമാണ്. ഇതാ ഞങ്ങളുടെ മുറ്റത്തെ ഇവിടുന്ന് സീത താറോട്ട് പോകും. അത് പഞ്ചായത്ത് റോഡാണ്. ഇതാ ഞങ്ങളുടെ പേര റൂഫിംഗ് ഷീറ്റ് ആക്കിയതാ. ഇത് കിണറ. കിണറ്റിൽ സഫീഷ്യൻറ്റ് വാട്ടർ ഉണ്ട്. അവിടെ അത് ബോർ ഷെഡ്. ഇങ്ങനെ പോയിട്ട് മേലോട്ട് പോയിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് താഴോട്ട് വരും. അങ്ങനെ ഇത് സ്റ്റെയർ കേസ്. മേലിൽ നിന്ന് കണ്ടെങ്കിൽ ഇച്ചിരി കറക്റ്റായിട്ട് കാണാം. അതുകൊണ്ട് അത് കണ്ടില്ലേ, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നേ. ഇത് പഞ്ചായത്ത് റോഡാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഡാമർ റോഡ് അത് സീത അലങ്കാർ പുത്തൂരെല്ലാം പോകും. ആ ഡാമർ റോഡിൽ നിന്ന് ഇച്ചിരി ഫ്രണ്ടിൽ പോയെങ്കിൽ ഇവിടെ NH ഹൈവേ. ഇത് കയറി വരുന്ന മുറ്റം 68 സെൻറ്റ് സ്ഥലമാണ്. അന്നേരം ഞങ്ങളുടെ വീട് ഏറ്റവും സൈഡിലാണ് ഞങ്ങൾ പണിതേക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, പേര വെക്കാനുള്ള സ്പേസും ഉണ്ട്. ഓക്കെ, താങ്ക് യു.